എത്ര നേരമായി ഫുഡ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് വിശക്കണം. ഫാസ്റ്റ് ഫുഡല്ലേ, വരാൻ ലേറ്റ് ആവും. നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ പറ, അതെനിക്കും കൂടി ഇഷ്ടമാണെങ്കിൽ നീ വാങ്ങി തന്നാൽ മതി. ഇന്നും ഞാൻ വാങ്ങിത്തരണോ? വേണ്ട, ഞാൻ തിന്നണമെങ്കിൽ മതി. എന്താണ് എല്ലാ അവസ്ഥയും പോലെ അല്ലല്ലോ, നിങ്ങൾക്ക് ഇന്നൊരു വല്ലാത്ത സങ്കടം വിഷമോ എന്ത് പറ്റി? എന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു എൻ്റെ ഒരു കൂട്ടുകാരൻ. അതിനെന്താ, അത് ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ലേ, എല്ലാവരെയും വർത്താനം പറഞ്ഞ് നല്ല രസം. ഇത് വൻ പ്രതീക്ഷയായിരുന്നു, വല്ല ലിഫ്റ്റിക്കും ക്യൂടെക്സും ഐബ്രോ അങ്ങനെ സെറ്റപ്പാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് എന്ത് പറ്റി? ഇത് തന്നന്തരം കുഴമ്പും മുറിവെണ്ണയും ദശമൂലാരിഷ്ടം പെട്ടുപോയി. ഇനിയിപ്പോൾ അതിൽ നിന്നൊന്ന് ഊരാനും പണിയാണ്, അഡ്മിനും ആക്കി. ചെറിയ പെണ്ണുങ്ങളുള്ള ഗ്രൂപ്പായിരുന്നു. പെണ്ണുങ്ങളുടെ ലൈഫ് എന്തൊരു ലൈഫാണ്. ശരിയാ. കാര്യം അവർക്ക് ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാർ നോക്കിക്കോളൂ, ആങ്ങളമാർ നോക്കിക്കോളൂ, കെട്ടിച്ചു വിട്ടാന്ന് പിന്നെ ഭർത്താക്കന്മാർ നോക്കിക്കോളൂ, പിന്നെ മക്കൾ നോക്കും, പിന്നെ ചെറുപ്പമാണ് കാണാൻ കൊള്ളാമെങ്കിൽ പോകുമ്പോൾ പൂവലന്മാർ നോക്കും. ശരിക്കും ഒരു പെണ്ണെന്ന് പറയണതേ ഒരു വീടിന്റെ വിളക്കാണ്. ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ എന്ത് വിളിച്ചൊരിക്കും അവിടെ. 4-5 വിളക്കുണ്ടെങ്കിൽ ഭയങ്കര വിട്ടൊരിക്കും. ഓ, നമ്മുടെ ആരുമല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ഞാൻ എഴുതിയ നോവൽ വായിച്ചായിരുന്നു. നോവലൊക്കെ വായിച്ചേ? നിനക്ക് വേണ്ടി ആരാധന എഴുതിയത്? അതൊക്കെ ഞാൻ പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ആരാ അത് വായിച്ചു തന്നത്? ഓ, നമുക്ക് എഴുത്തും വായന അറിഞ്ഞു. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു 1 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് വിചാരിക്ക്. എന്നിട്ട് ആ പൈസ കിട്ടി. ആ ദിവസം തന്നെ എന്നെ കുറേ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. 1 കോടി രൂപ എന്നെ വിട്ട് കിട്ടാൻ അവർ മോചനദ്രവ്യം ചോദിച്ചു. നിങ്ങളെന്ത് ചെയ്യും? ഒരു ദിവസം ഒരാൾക്ക് 2 ലോട്ടറി അടിക്കില്ലടി. നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ തെങ്ങ് കയറാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചു, ആളെ പറഞ്ഞു വിട്ടു, എന്നിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. അത് ഞാൻ ഈ തെങ്ങിന്റെ മേളിൽ നിൽക്കുമ്പോഴാണ് സാറ് വിളിക്കണത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഫോൺ എടുക്കാൻ പറ്റില്ല. ഡെയിലി വർക്ക് ഉണ്ടല്ലേ? വർക്കുണ്ട്. സാറ് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞാൻ എവിടെ പോകുന്നത്? ഞാൻ പ്രൊഫസർ അല്ലേ? മാജിക് അല്ല, നമ്മള് കോളേജിലെ പ്രൊഫസറാണ്. ഞാനടുത്ത് ഈ പ്രൊഫസർ മുതുകാട്. ഞാനിപ്പോ കോളേജിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയെന്ന് ഭയങ്കര ശമ്പളം ആയിരിക്കുമല്ലോ സാറിന്? അധികമൊന്നുമില്ല, 1 ലക്ഷം അത്രേ ഉള്ളൂ. 1 ലക്ഷം രൂപയെ അതിപ്പോ നമ്മള് സ്വാഭാവികമായിട്ടോ. ഒരു മാസോ? എനിക്കൊക്കെ 1 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരു 10 വർഷം പണിയെടുക്കണം സാറേ. അതായത് നമ്മൾ ഈ പഠിക്കണ സമയത്ത് നമ്മൾ ഈ പമ്പരം കറക്കിയും പാടത്ത് കളിച്ചും ഈ മാങ്ങാണ്ടി പെറുക്കിയും നടന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതുപോലെ പാന്റും ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ച് 1 ലക്ഷമൊക്കെ മേടിക്കാമായിരുന്നു. സിബിട്ടിട്ടില്ല. ഓക്കെ. അപ്പോ അതുകൊണ്ടാണ്. വൈഫിനോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പൊ നിങ്ങൾ വന്നണമെങ്കിൽ ഒന്ന് കരിച്ച് വിട്ടേക്കാൻ പറഞ്ഞു. ഏതാണ് സാറേ കയറേണ്ടത്? അതിലിപ്പോ നമ്മൾ എന്താണ് പറയാ, കോക്കനട്ട്. അത് കോക്കനട്ട്, തേങ്ങാക്കൊല. ഇത് തേങ്ങാക്കൊല. അത് തേങ്ങാക്കൊല. ഇത് ഗ്രൂപ്പ് അല്ല, ഇത് മറ്റേ ഒരു കോക്കനട്ടേ ഉള്ളൂ. അത് പറഞ്ഞുള്ളൂ. ഇത് മറ്റേ ഇത് കൊലയുണ്ട്. അപ്പൊ നമുക്ക് ഈ വെള്ളത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള കോക്കനട്ട് ഇട്ടാൽ മതി. ഇപ്പഴത്തെ കോക്കനട്ട് ഇവിടെ വീണോളൂ. അല്ല, കേറുമ്പോ എല്ലാം കൂടി ഇടാമല്ലോ. അല്ല, 1 സൈഡ് കയറാൻ പറ്റില്ല. 1 സൈഡ് കയറാനായിട്ട് ഇത് ഓഡിയോ കാസറ്റ് അല്ല. ഓ ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾ കുത്തിയിടാൻ പറ്റുമോ? അല്ലെങ്കിൽ മാന്തി കുത്തിയിടാൻ പറ്റില്ല സാറേ, കയറി തന്നെ കയറിയിടണം. മറ്റേ നിങ്ങൾക്ക് മറ്റേ ഇതില്ലേ കെടിപ്പ്? അതുണ്ട് വണ്ടിക്കകത്തിരിക്കണേ. ഞാൻ എടുത്തോണ്ട് വരാം. അപ്പൊ നിങ്ങളൊന്ന് കയറിയിട്ട് അപ്പൊ ഇതിന് ഇപ്പൊ എത്ര പൈസ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും. ഒരെണ്ണല്ലേ ഉള്ളൂ? ഒറ്റ തെങ്ങുള്ളൂ? ഒരെണ്ണുള്ളൂ. 150 രൂപ മതി. 150? 150 രൂപ മതി പറഞ്ഞു. എല്ലാം കയറണ്ട, ഇത് മാത്രം മതി. ഒരെണ്ണത്തിന് 150 രൂപ മതി. ഒരു തെങ്ങ് കയറാൻ 150? ഒരു തെങ്ങിന് 150 രൂപ. സാധാരണ പറമ്പിൽ ഒരു 10 തെങ്ങൊക്കെ ഉണ്ടാവുക, അപ്പൊ പിന്നെ നമുക്കത് മുതലാവും. ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ സാറേ. ഒരു ദിവസം എത്ര മണിക്കൂർ എടുക്കും ഈ 10-12 തെങ്ങ്? ഒരു 1/2 മണിക്കൂർ കൊണ്ട് സംഗതി കയറും. ഒരു ദിവസം എന്നാലും ഒരു 10-20-30 തെങ്ങ് കയറും. അതിക്കുള്ളിൽ കയറും. നല്ല വരുമാനമുള്ളൂ. അടിപൊളി ലൈഫാണല്ലോ. അതാണ് പറഞ്ഞ, ഈ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി എടുത്ത് 1 ലക്ഷം രൂപ സാലറി കിട്ടുമെന്നും പറഞ്ഞേ പ്രൊഫസർ ആകാൻ പഠിച്ചാൽ പോരായിരുന്നു. ഇടക്കൊന്ന് തെങ്ങ് കയറാനും പഠിക്കണമായിരുന്നു. Life is a tale told by an idiot, full of sound and fury, signifying nothing is an awe.
സാറേ ഞാൻ ഒരു മാനസികമായിട്ടാകെ തകർന്നിരിക്കുന്ന ആളാണ്. സാർ ഒരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് സാറിൻ്റെക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. സാർ അത് ബ്രദർ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകണില്ല. സാറ് പറയണം മനസ്സിലാകണില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ലവ് അത് ഫെയിലിയർ നമ്മൾ അതാണ് സംസാരിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ ഈ ലവ് ട്രാക്കിൽ തുടങ്ങി റെയിൽവേ ട്രാക്കിൽ അവസാനിക്കുന്ന പ്രേമമുണ്ട്. അത് മുല്ലപ്പൂവിൽ തുടങ്ങി റോസാപ്പൂവിൽ അവസാനിക്കുന്നുണ്ട്. റോസാപ്പൂവിൽ തുടങ്ങി നമ്മൾ ചെമ്പരത്തിപ്പൂവിൽ അവസാനിക്കുന്നുണ്ട്. ബന്ധുര കാഞ്ചർ കൂട്ടിലാണെങ്കിൽ ബന്ധനം തന്നെ പാടില്ല. ഡോക്ടർ എന്റെ കാര്യത്തിനൊരു പരിഹാരം പറ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തകർന്നിരിക്കുകയാണ്. പ്ലീസ് പ്ലീസ്. പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ? നമ്മൾ പെണ്ണുങ്ങളോട് ചോദിക്കുക. ആ ഒരു പൈങ്കിൾ ട്രാക്കിൽ നിന്നാണ് നിങ്ങളിപ്പോൾ വന്നേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിത കഥകൾ എന്നോട് പറയൂ ശരിക്കും എന്താ സംഭവിച്ചത്? സാറേ ഞാനൊരു പെൺകുട്ടിയായിട്ട് ഭയങ്കര പ്രണയത്തിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമല്ലേ അത്? കല്ലിട്ടത് ഞാനാണ്, ബെൽറ്റ് വാർത്തത് ഞാനാണ്, കെട്ടിപ്പൊക്കിയത് ഞാനാണ്, ജനലും വാതിലും പിടിപ്പിച്ച് ഞാൻ വാർത്തു. പക്ഷെ പറയൂ, തേച്ചത് അവളായിപ്പോയി. തേപ്പ് പുള്ളിക്കാരത്തിയാണ് നടത്തിയത്. നിങ്ങൾക്ക് തേക്കണമെന്നുണ്ടായിരുന്നോ? ഇല്ല, എനിക്കത് ഭയങ്കര. നിങ്ങൾ റിയൽ ആയിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു? അതെ സാറേ, ഞാൻ അവളുമായിട്ട് അങ്ങനെ ഒരു ആത്മാർത്ഥത. എത്ര വർഷത്തെ ഒരു തേപ്പ്? ഒരു 5-6 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ചാറ്റിങ്ങിലായിരുന്നു സാർ. ചാച്ച അവിടെ നിൽക്കട്ടെ, ഞാനിപ്പം സംഭവിച്ച ചീറ്റിന്റെ കഥ പറയാം സാർ. അവള് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഞാനില്ലാതെ നിങ്ങളില്ല, നിങ്ങളില്ലാതെ ഞാനില്ല, നമ്മൾ തമ്മിൽ ഒരുമിച്ചാണ് എന്നും എപ്പോഴും എങ്ങനെയും. അവൾ എന്നോട് പറയണേ, അറിയരുത്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നിങ്ങളുടെ ഒരു ദിവസമെങ്കിലും നിങ്ങളോട് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് വേണം എനിക്ക് മരിക്കാനെന്ന്. അവളിപ്പം എന്താ സംഭവിച്ചത്? എന്നിട്ട് എന്ത് സംഭവിച്ചു? വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി. പിന്നല്ല, ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി. ഈ ഏരിയ വിട്ടുപോയി? ഏരിയ ഒന്നും വിട്ടിട്ടില്ല. ഈ നാട്ടിലുണ്ടോ? അവൾ ഈ നാട്ടിലുണ്ട്. നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ കുമ്പളങ്ങിയിലെ നമ്മുടെ പുഴയോരം റിസോർട്ടിൽ, പുഴയോരം റിസോർട്ട് നമ്മൾ പോകാറുള്ളതാണ്. അവിടെ രണ്ടുപേരും കൂടെ ഫ്രണ്ടിൽ ആ വാട്ടർ ഫ്രണ്ടിന്റെ അവിടെ ഇരുന്ന് ഉലാത്തണം. അപ്പൊ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു സാറ്. ഫീലിങ്സ് ആയിപ്പോയി. നിങ്ങൾ സംസാരിച്ചോ പോയിട്ട്? അവളെ നിങ്ങൾ ചോദിച്ചില്ലേ? ഓർക്കും സങ്കടമാണ്. ഞാൻ പറയണത് മനസ്സിലാക്കി. അറിയാതെ നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരൻ, നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഞാൻ ചോദിച്ചില്ല, ഞാൻ നിങ്ങൾ അവളോട് ചോദിച്ചില്ലേ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചില്ല? അവളെ മാറ്റി നിർത്തി ചോദിച്ചു, നിനക്ക് എങ്ങനെ തോന്നിയടി, നിനക്ക് എന്ത് പറ്റി എന്നോട് ഇങ്ങനെ കാണിക്കാനായിട്ട്? അപ്പോൾ അവൾ പറയണ, അവൾ ഒളിച്ചോടി പോയ സമയത്ത് എന്നെ വിളിക്കാൻ അവൾ മറന്നുപോയെന്ന്. സ്വാഭാവികമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, സാധാരണ പെൺകുട്ടികൾ എല്ലാവരും പറയും അവർ നമ്മൾ ഒരു ഓഫർ കൊടുത്താൽ അവരത് മറക്കില്ല, അത് എന്നാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാണെങ്കിലും അവർ ഓർത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുമെന്ന് പറയും. പക്ഷേ കറിയല്ലേ, 5 വർഷം അടുത്ത 5 വർഷം അറിയാം. 5 വർഷം ഞാൻ പട്ടിനെ പോലെ നടന്ന അവിടെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു? അല്ല, ഞാൻ പറയണത് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ എപ്പോഴും മറവി എന്ന് പറയുന്ന ഒരു രോഗമുള്ളത് ആണുങ്ങൾക്കാണെന്ന് കൂടി മനസ്സിലാക്കണം. അല്ല, അങ്ങനെ പറയില്ല. മറവി എപ്പോഴും ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങളെക്കാൾ 10 ഇരട്ടി കൂടുതൽ മറവി എപ്പോഴും ആണുങ്ങൾ. അപ്പൊ എന്റെ കാര്യം തന്നെ സാർ. അപ്പൊ സാർ ഞാൻ അങ്ങനെ അളിയൻ പറഞ്ഞു വരുമ്പോ അല്ല, ഡോക്ടർ പറഞ്ഞു വരുമ്പോ വേറെ റൂട്ടിലേക്കാണ്. അങ്ങനെയല്ല, ഞാൻ ഈ പറയണത് നിനക്കത് മനസ്സിലാകാത്തതിന്റെ കുഴപ്പമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആണുങ്ങൾക്കാണ് മറവി. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഭാര്യയായിട്ട് നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ സുന്ദരിയായ മറ്റൊരു പെണ്ണിനെ കാണുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ച ആളാണെന്നുള്ള കാര്യം മറന്നു പോയിട്ട് നമ്മൾ മറ്റേൻ്റെ പുറകെ പോവും, നമ്മളൊന്ന് നോക്കുകയും ചെയ്യും. സാർ അങ്ങനെയൊന്നും പറയല്ലേ സാർ. ഇവിടെ ഞാൻ ചോദിക്കണത്, ഇവിടെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു തേപ്പിൻ്റെ കഥ കൊണ്ട് നിങ്ങളെപ്പോലത്തെ ഒരു ചെറുപ്പക്കാരൻ ഇനി വിവാഹമേ വേണ്ട, ഇനി പ്രേമമേ വേണ്ട, ഇനി ഒരു ലവ് ട്രാക്ക് ഇല്ല എന്ന് കരുതി ഒറ്റപ്പെട്ടു പോകരുത്. ഇല്ല, അങ്ങനെ പറയില്ല. എന്റെ പോലെ ഞാനില്ല. നമ്മൾ അങ്ങനെ നിരാശപ്പെടരുത്. നമ്മൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കണം. ഒറ്റപ്പെട്ടു പോയാൽ നമ്മുടെ കൂടെ അവസാനം. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. നിങ്ങൾ ഒരു പുതിയ പ്രേമത്തിന് തുടക്കം കുറിക്കണം. നിങ്ങൾ അവളുമായി സ്നേഹിക്കണം, വിവാഹം കഴിച്ച് ഒരുമിച്ച് എന്റെ ജീവിതത്തെ ഞാൻ ഒരു പെണ്ണെ പ്രേമിക്കോ കല്യാണം കഴിക്കോ ഒന്നും ഞാൻ ചെയ്യില്ല. ചെയ്യണം. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഭാര്യയെയും മക്കളെയും വഞ്ചിച്ചിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. ഞാനേ തറവാട്ടി പറഞ്ഞവനാ.